അഞ്ചൽപ്പെട്ടിയിലെ ജലവിതരണ പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാവുന്നത് തുടർക്കഥയാകുന്നു. ഇതിനെതിരെ ഒറ്റയാൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ജിനു സി ചാണ്ടി. കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ അവധി ദിവസം കഴിഞ്ഞ് പൈപ്പ് ശരിയാക്കുമെന്ന ജലസേചന വകുപ്പിന്റെ ഉറപ്പ് പാലിക്കാത്തതിനെ തുടർന്നാണ് ജനങ്ങളുടെ സഹായത്തോടെ പഞ്ചായത്ത് അംഗം ടോറസ് വാഹനങ്ങൾ തടഞ്ഞിട്ട് പ്രതിഷേധിച്ചത്. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പാമ്പാക്കുട അഞ്ചൽപ്പെട്ടിയിലെ ജലവിതരണ പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാവുന്നത് തുടർക്കഥയായതിനാലാണ് പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് അംഗം ജിനു സി ചാണ്ടി ടോറസ് വാഹനങ്ങൾ തടഞ്ഞിട്ട് പ്രതിഷേധം നടത്തിയത്. ജലജീവൻ പദ്ധതിക്കു വേണ്ടി പൈപ്പിടുന്നതിനായി സൈഡ് കുഴിക്കുകയും മണ്ണ് കയറ്റിയ വലിയ ടോറസ് ലോറികൾ നിരനിരയായി കടന്നുപോവുകയും ചെയ്തതോടെ പലതവണയാണ് പൈപ്പ് പൊട്ടിയതെന്നാണ് നാട്ടുകാരുടെ പരാതി. അറ്റകുറ്റപ്പണികൾ ചെയ്ത് 24 മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പ് വീണ്ടും പൈപ്പ് പൊട്ടി വെള്ളം പാഴായതോടെ പാമ്പാക്കുട പ്രദേശത്തേക്ക് കുടിവെള്ളക്ഷാമം രൂക്ഷമായി. ജലവിതരണ വിഭാഗം ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ അവധി ദിവസങ്ങൾ കഴിഞ്ഞ് പൈപ്പ് ശരിയാക്കുമെന്ന മറുപടി ലഭിച്ചെങ്കിലും പൂർത്തീകരിക്കാനായില്ല. ജലസേചന വകുപ്പിന്റെ ഉറപ്പ് പാലിക്കാത്തതിനെ തുടർന്നാണ് ജനങ്ങളുടെ സഹായത്തോടെ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് അംഗം ജിനു സി ചാണ്ടി ടോറസ് വാഹനങ്ങൾ തടഞ്ഞിട്ട് പ്രതിഷേധിച്ചത്. ജലസേചന വകുപ്പ് ജീവനക്കാരും പോലീസും സ്ഥലത്തെത്തി ചൊവ്വാഴ്ചക്കുള്ളിൽ പൈപ്പ് ശരിയാക്കാമെന്നുള്ള ഉറപ്പ് നൽകിയതിനു ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിടാൻ അനുവദിച്ചത്. 150 mm ആസ്പെറ്റോസിന്റെ പൈപ്പാണ് കിടക്കുന്നത്. അത് പൊട്ടിയത് നിരന്തരമായി ടോറസ് പോകുന്നതിന്റെ പ്രഷർ കൊണ്ടാണ് പൊട്ടിയെന്നൊക്കെ നാട്ടുകാർ പറയുന്നു. എന്തായാലും അത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അത് നന്നാക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു. അവർ തട്ടിക്കൂട്ട് നന്നാക്കുന്ന സമയത്ത് തന്നെ ടോറസുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വീണ്ടും വൈകുന്നേരം പൊട്ടി, പിറ്റേ ദിവസം നന്നാക്കി, വീണ്ടും പൊട്ടി. ഇന്നലെ ശനിയാഴ്ച മുതൽ ഇവർ തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങോട്ട്. ശനിയാഴ്ച രാവിലെ മൂവാറ്റുപുഴയിലെ വാട്ടർ അതോറിറ്റി ഈനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ തിങ്കളാഴ്ച രാവിലെ പരിഹാരം ഉണ്ടാക്കാം. അതായത് ഈ ആസ്പെറ്റോസിൻ്റെ പൈപ്പ് മാറ്റിയിട്ട് ഇപ്പോൾ ജലജീവൻ്റെ പുതിയ ഇരുമ്പിൻ്റെ പൈപ്പ് അങ്ങോട്ട് 50 മീറ്റർ മാത്രമേ ഉള്ളൂ. അതോടെ ഇട്ടിട്ട് ഇതിലെ PVCയുടെ പൈപ്പിലേക്ക് കണക്ഷൻ കൊടുക്കുക, അവിടെ വാൽവിൽ നിന്ന് മാറ്റി കൊടുക്കാമെന്നൊക്കെ പ്രായോഗികമായ നിർദ്ദേശം അവർ നിർദ്ദേശിച്ചു. പക്ഷേ ഇന്ന് രാവിലെ ഈ സമയമായിട്ടും വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരോ ഇത് കരാറ് കൊടുത്തിരുന്ന ആൾക്കാരാണ് പണി തരുന്നത്. അതായത് മെയിൻ്റനൻസിന് കരാറ് കൊടുത്തിരുന്നവരാണ് പണിത്. അവർക്ക് ഇനി ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയി അവർ. അപ്പോൾ വാട്ടർ അതോറിറ്റി ഉത്തരവാദിത്തമാണ് ചെയ്യേണ്ടത്. നമ്മുടെ വാർഡിലൊക്കെ 4-5 ദിവസമായിട്ട് വെള്ളമില്ലാതെ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ടോറസിനെ ഇവിടെ തടഞ്ഞു നിർത്തി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി. മൂവാറ്റുപുഴയുടെ ഇവിടെ വന്ന് AIC വന്ന് ഇതിന് പരിഹാരം എത്ര സമയത്തിനുള്ളിൽ ഉണ്ടാക്കുമെന്ന് ഒരു അംഗീകാരവും നിർദ്ദേശവും ഉറപ്പു നൽകാതെ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് ഇവിടുന്ന് മാറുകയില്ല. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.